ഹലോ ഗീസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമുക്ക് അടിപൊളിയായിട്ടുള്ള കുറച്ചധികം പെറ്റ്സും ബേഡ്സിൻ്റെ വീഡിയോസ് ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതേപോലെ പെറ്റ്സും ബേഡ്സൊക്കെ എന്തെങ്കിലുമൊക്കെ സെയിൽ പോസ്റ്റിന് താല്പര്യം ഉണ്ടെങ്കിൽ, തരാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ താഴെ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറിൽ വീഡിയോസും ഡീറ്റെയിൽ അയച്ചിരുന്നാൽ മതി. അതോടൊപ്പം തന്നെ ഒരു 2-3 ദിവസത്തിൻ്റെ അകത്ത് വെച്ചിട്ട് നമ്മൾ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. കുറച്ച് വീഡിയോസ് പെൻഡിങ് ഉണ്ട്, അതുകൊണ്ടാണ് വീഡിയോ ലാഗ് ആവുന്നത്. എന്തായിരുന്നാലും വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോയിലോട്ട് ഇടക്കാം. ആദ്യമായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കോക്ടെയിലാണ് കേട്ടോ. അപ്പോൾ ഇപ്പം ഹാൻഡ് ഫീഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സെൽഫ് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചൂസ് ചെയ്യുന്ന 1000 രൂപയാണ് റേറ്റ് വരുന്നത്. 40 ദിവസം ഏജ് ആയിട്ടുള്ളതെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. സ്ഥലം വരുന്നത് കോഴിക്കോടാണ് ലൊക്കേഷൻ. കോഡ് നമ്പർ ഒന്നിൽ കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 1000 രൂപയാണ് ഈ സിംഗിൾ പീസിൻ്റെ റേറ്റ് മാത്രം ചൂസ് ചെയ്യുന്നത്. കോഡ് നമ്പർ 1 കേട്ടോ. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് പ്രാവുകളാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചൂസ് ചെയ്യുന്ന 450 രൂപയാണ് പെയറിൻ്റെ റേറ്റ് വരുന്നത്. ഇത് മാത്രമല്ല, ഇതിൻ്റെ വേറെയും അവൈലബിൾ ആണ്. അത് വാങ്ങാനായിട്ട് താല്പര്യമുള്ളവർക്ക് അവരെ കോൺടാക്ട് ചെയ്ത് അവർ വീഡിയോസും ഫോട്ടോസൊക്കെ വാട്സപ്പിൽ അയച്ചിരുന്നതായിരിക്കും. റേറ്റ് വരുന്നത് 450. സ്ഥലം പാലക്കാടാണ് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് നാടൻ കോഴിയാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചൂസ് ചെയ്യുന്നത് 750 രൂപയാണ് പീസ് റേറ്റ് ആയിട്ട് റേറ്റ് വരുന്നത്. കുക്കി കോഴിയാണ് കേട്ടോ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ പീസ് റേറ്റ് 750. സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയാണ് ലൊക്കേഷൻ വരുന്നത്. കോഡ് നമ്പർ 3 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. റേറ്റ് 750 രൂപയാണ് പീസ് റേറ്റ് ആയിട്ട് റേറ്റ് വരുന്നത്. അതോടൊപ്പം നമുക്ക് അടുത്തായിട്ട് വന്നിട്ടുള്ളത് സൺകോണൂറാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ പീസ് റേറ്റ് ആയിട്ട് റേറ്റ് വരുന്നത് 5000 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം കരുനാഗപ്പള്ളി തന്നെയാണ് ലൊക്കേഷൻ. കോഡ് നമ്പർ 3 തന്നെയാണ് കേട്ടോ. റേറ്റ് 5000 രൂപയാണ് പീസ് റേറ്റ് ആയിട്ട് റേറ്റ് ചൂസ് ചെയ്യുന്നത്. താല്പര്യമുള്ളവർ മാത്രം കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് 5000 രൂപയ്ക്ക് വന്നിട്ടുള്ള കിങ്ങാണ് വന്നിട്ടുള്ളത്. നല്ല റിസൾട്ടുള്ള കിങ്ങാണ് കേട്ടോ. നല്ല ഷേപ്പ്, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അപ്പോൾ വാങ്ങുമെന്ന് ഉറപ്പുള്ളവർക്ക് മാത്രം കോൺടാക്ട് ചെയ്യാം. സ്ഥലം വരുന്നത് കൊല്ലം കരുനാഗപ്പള്ളി തന്നെയാണ്. കോഡ് നമ്പർ 3 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാനായിട്ടും കൂടെ ശ്രമിക്കുക. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് 12 പീസ് ലവ് ബേഡ്സാണ് വന്നിട്ടുള്ളത്. ഈ 12 പീസിനും കൂടെ 1100 രൂപയാണ് റേറ്റ് ചോദിച്ചിരിക്കുന്നത്. സ്ഥലം വരുന്നത് അങ്കമാലിയാണ്. കോഡ് നമ്പർ 4 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 12 പീസും കൂടെ 1100 രൂപയാണ് റേറ്റ്. അതോടൊപ്പം തന്നെ മാക്സിമം നേരിട്ട് പോയി കണ്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. സ്ഥലം വരുന്നത് അങ്കമാലിയാണ്. 1100 രൂപയാണ് റേറ്റ് ചോദിച്ചിരിക്കുന്നത്. അടുത്തിട്ട് നമുക്ക് വന്നിട്ടുള്ളത് താറാവുകളാണ് വന്നിട്ടുള്ളത്. നമുക്കിതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചൂസ് ചെയ്യുന്നത് 3000 രൂപയാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത്. സ്ഥലം വരുന്നത് കോഴിക്കോടാണ് ലൊക്കേഷൻ. കോഡ് നമ്പർ 5 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇതിൻ്റെ റേറ്റ് വരുന്നത് 3000 രൂപയാണ് റേറ്റ് ചോദിച്ചിരിക്കുന്നത്. അതോടൊപ്പം നമുക്ക് അടുത്തായിട്ട് വന്നിട്ടുള്ളത് 1000 രൂപയ്ക്ക് വന്നിട്ടുള്ളതാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതും ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് തന്നെയാണ്. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് ലാബാണ് വന്നിട്ടുള്ളത്. 5000 രൂപയാണ് ഈ മെയിൽ ലാബിൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത്. സ്ഥലം വരുന്നത് കാസർഗോഡാണ് ലൊക്കേഷൻ. കോഡ് നമ്പർ 6 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ട്. റേറ്റ് 5000 രൂപയാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് ക്രോസ് ഡോഗാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരത്ത് കിളിമാനൂരാണ് ലൊക്കേഷൻ. കോഡ് നമ്പർ 7 കേട്ടോ. അപ്പോൾ ഇതിനെ കൊണ്ടുപോയിട്ട് നന്നായിട്ട് വളർത്താൻ പറ്റുന്നുള്ളവർക്ക് കൊണ്ടുപോവാം. അടുത്തിട്ട് നമുക്ക് വന്നിട്ടുള്ളത് ഹസ്കി പപ്പീസാണ് വന്നിട്ടുള്ളത്. മെയിലും ഫീമെയിലായിട്ടുള്ളത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ 16000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത്. മെയിലും ഫീമെയിലും അവൈലബിൾ ആണ്. സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ്. കോഡ് നമ്പർ 8 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 16000 രൂപയാണ് റേറ്റ് വരുന്നത്. അതോടൊപ്പം നമുക്ക് അടുത്തായിട്ട് വന്നിട്ടുള്ളത് ഡാഷാണ്ടാണ് വന്നിട്ടുള്ളത്. ഇത് മെയിലും ഫീമെയിലായിട്ടുള്ള പപ്പീസ് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചൂസ് ചെയ്യുന്നതും 2000 രൂപയാണ് റേറ്റ് ചോദിച്ചിരിക്കുന്നത്. സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ്. കോഡ് നമ്പർ 8 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതോടൊപ്പം നമുക്ക് അടുത്തായിട്ട് വന്നിട്ടുള്ളത് റോട്ടാണ് കാണാനായിട്ട് സാധിക്കുന്നത്. റോട്ട് വീലറാണ്, പപ്പീസാണ്. 8000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ തിരുവനന്തപുരത്താണ്. കോഡ് നമ്പർ 8 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഓരോ പെറ്റ്സോ ബേഡ്സോ വാങ്ങുമ്പോൾ നേരിട്ട് പോയി കണ്ട് എടുത്താൽ മതി. അടുത്തായിട്ട് വന്നിട്ടുള്ളത് ഗ്ലൈഡറാണ് വന്നിട്ടുള്ളത്.
അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചൂസ് ചെയ്തിരിക്കുന്നത് 14,500 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതും സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് തന്നെയാണ്. കോഡ് നമ്പർ എട്ടി കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് രാജപാളയം പപ്പീസാണ് വന്നിട്ടുള്ളത്. മെയിലും ഫീമെയിലായിട്ടുള്ള പപ്പീസും ഇതിലും അവൈലബിൾ ആണ്. റേറ്റ് ആയിട്ട് അവർ ചൂസ് ചെയ്യുന്നത് 9,500 രൂപയാണ് റേറ്റ് വരുന്നത്. സ്ഥലം തിരുവനന്തപുരത്ത് തന്നെയാണ്. കോഡ് നമ്പർ 8 കേട്ടോ. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് കുറേയധികം പറവപ്രാവുകളാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചൂസ് ചെയ്യുന്നത് 400 രൂപയാണ് റേറ്റ്. സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലാണ്. കോഡ് നമ്പർ 9 കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ട്. ഒരുപാട് പറവയുണ്ട്, അത് നമുക്ക് വരും ക്ലിപ്പിലായിട്ട് കാണാം. ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചൂസ് ചെയ്യുന്നത് 400 രൂപയാണ് റേറ്റ് വരുന്നത്. അതോടൊപ്പം നമുക്ക് അടുത്തായിട്ട് വന്നിട്ടുള്ളത് 550 രൂപയുടെ പറവയാണ് അടുത്തായിട്ട് വന്നിട്ടുള്ളത്. ഇതും നേരത്തെ പറഞ്ഞ സുഹൃത്തിൻ്റെ തന്നെയാണ്. ഒരുപാട് പറവ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കതും വരും ക്ലിപ്പിലായിട്ട് കാണാം. എല്ലാം കൂടെ ഒരുമിച്ച് എടുക്കണമെങ്കിൽ നല്ല രീതിയിൽ തന്നെ റേറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് 500 രൂപയ്ക്ക് വന്നിട്ടുള്ള പറവയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് 450 രൂപയുടെയാണ് അടുത്ത പറവയെന്ന് പറയുന്നത്. കണ്ടില്ലേ, ഇത് നല്ല ആക്റ്റീവായിട്ടൊക്കെ നിൽക്കുന്നത് തന്നെയാണ്. പെയറാണ് 450 രൂപയെന്ന് പറയുന്നത്. അതോടൊപ്പം നമുക്ക് അടുത്തായിട്ട് വന്നിട്ടുള്ളത് 550 രൂപയുടെ പറവയാണ് ഇതും വന്നിട്ടുള്ളത്. എല്ലാം സെറ്റാണ് കേട്ടോ, പെയറാണ് റേറ്റ്. അതോടൊപ്പം നിങ്ങൾക്ക് സിംഗിൾ പീസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അവർ ചോദിച്ച് അവർ അയച്ചു തരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ വേറെ വീഡിയോസ് ഫോട്ടോസൊക്കെ വേണമെന്നുണ്ടെങ്കിലും അവരുടെ കോൺടാക്ട് ചെയ്ത് അവർ അയച്ചു തരുന്നതായിരിക്കും. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് 500 രൂപയുടെ പറവയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. റേറ്റ് 500 രൂപ. സ്ഥലം മലപ്പുറത്താണ്. കോഡ് നമ്പർ 9 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് 200 രൂപയുടെ പറവയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. സിംഗിൾ പീസാണ് 200 രൂപയെന്ന് പറയുന്നത്. സ്ഥലം വരുന്നത് മലപ്പുറത്താണ്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് 300 രൂപയുടെ പ്രാവാണ് അടുത്ത് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ലൊക്കേഷൻ മലപ്പുറത്ത് തന്നെയാണ്. കോഡ് നമ്പർ 9 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് ഗ്ലാഡിറ്റാന പൗഡറാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് ആയിട്ട് അവർ ചൂസ് ചെയ്തിരിക്കുന്നത് 3000 രൂപയാണ് കേട്ടോ. ഇത് മാത്രമല്ല, ഇതിൻ്റെ കുഞ്ഞും കൂടെ കൊടുക്കാനായിട്ടുണ്ട്. അത് നമുക്ക് വരും ക്ലിപ്പിലായിട്ട് കാണാം. ടോട്ടൽ റേറ്റാണ് 3000 രൂപ. സ്ഥലം വരുന്നത് പാലക്കാടാണ്. കോഡ് നമ്പർ 10 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും. റേറ്റ് 3000 രൂപയാണ് കേട്ടോ. ഇതും കൂടെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. 3000 രൂപയാണ് ടോട്ടൽ റേറ്റ്. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് കുറേയധികം പറവപ്രാവുകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പീസ് റേറ്റ് വരുന്നത് 200 രൂപയാണ് പറവയുടെ റേറ്റ് വരുന്നത്. ടോട്ടൽ 100 പീസ് വരെ കൊടുക്കാനായിട്ടുണ്ട്. ഇത് മാത്രമല്ല, നമുക്ക് കുറേയധികം കാണാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 200 രൂപയാണ് പീസ് റേറ്റ്. പല നിറത്തിലുള്ള ഒരുപാട് പറവപ്രാവുകൾ വന്നിട്ടുണ്ട്. ഏതെടുത്താലും 200 രൂപയാണ് റേറ്റ്. ടോട്ടൽ 100 പീസാണ് കൊടുക്കാനായിട്ടുള്ളത്. സ്ഥലം വരുന്നത് മലപ്പുറത്താണ്. കോഡ് നമ്പർ 11 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെയും വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഈ ചെറിയൊരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതേപോലുള്ള സെയിൽ പോസ്റ്റ് വീഡിയോയാണ് ഡെയിലി വൈകിട്ട് 7 മണിക്ക് നമ്മുടെ ചാനലിൽ വരുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഫോളോ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലാണ് ആദ്യം വീഡിയോ വരിക, അത് കഴിഞ്ഞിട്ടായിരിക്കാം ഫേസ്ബുക്കിൽ വരിക. അതിൽ ഫോളോ ചെയ്തിട്ടില്ലാത്തവർ ഫോളോ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്തിട്ടിരിക്കാം. ഇതേ സെയിം യൂട്യൂബിലിടുന്ന വീഡിയോ തന്നെയാണ് നമ്മളിപ്പം അതിലും ഇടുന്നത്. ഇപ്പം 2-3 ദിവസമായിട്ട് റെഗുലറായിട്ട് വീഡിയോ ഇടുന്നുണ്ട്. മാക്സിമം നമ്മൾ പറ്റുന്ന രീതിയിൽ തന്നെ അതിലും കൂടെ ഇടുന്നതായിരിക്കും. ഇപ്പം ഒരുപാട് ചാനലിലും അതോടൊപ്പം തന്നെ കുറച്ച് തിരക്കുകൾ ആയതുകൊണ്ട് നമുക്കൊന്നും നേരെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. എന്തായിരുന്നാലും നമ്മൾ വരും ഇതിൽ തന്നെ എല്ലാം സെറ്റാക്കുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഫേസ്ബുക്ക് പേജും കൂടെ ഫോളോ ചെയ്ത് വെച്ചിരിക്കുക.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ഇത്ര മാത്രമുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ കുറേ വീഡിയോസ് വരുന്നത്. കുറേ വീഡിയോസ് പെൻഡിങ് ഉണ്ട്. നമ്മൾ എല്ലാ വീഡിയോ ക്ലിപ്പിൻ്റെ ഇടയിലും പറയുന്ന ഒരു കാര്യമുണ്ട്, അത് നിങ്ങൾക്കറിയാം. ഏത് ബിറ്റ്സ് എടുത്താലും നേരിട്ട് പോയി കണ്ട് എടുക്കണമെന്നുള്ളത്. അതുകൂടെ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അല്ലാതെ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്ത് വാങ്ങിച്ച് എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ നമുക്കത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കാര്യം എടുത്ത് പറയുന്നത്. ഇനി അടുത്തൊരു കിട്ടുന്ന വീഡിയോ ബൈ.